അപ്പോൾ ഇപ്പോൾ ബംഗാളിലെ BJP നേരിടുന്ന ഒരു പ്രശ്നം, CPMലെ ഗുണ്ടകൾ TMCയിൽ പോയിരുന്നു. TMCയിൽ നിന്ന് ആ ഗുണ്ടകൾ BJPയിലേക്ക് വരാതെ നോക്കണം. കാരണം ഗുണ്ടകൾക്ക് ഒരു പ്രൊട്ടക്ടർ ആവശ്യമാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ. അവർക്ക് പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല. ഇയാളാണോ ഭരണത്തിൽ, എന്നാൽ പിന്നെ ശരി, അവർ റെഡിയാണ്. അതുകൊണ്ടാണ് അവർ BJPക്കാരെ വിളിച്ചിട്ട് TMCയുടെ ഓഫീസ് ഞങ്ങളുടെ കയ്യിലാണ്, പുറത്തുള്ള പെയിൻ്റ് അങ്ങോട്ട് മാറ്റി കാവി അടിച്ചു കഴിഞ്ഞാൽ BJP ഓഫീസായി. നമ്മുടെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുണ്ട് ഇത് ആഘോഷിക്കാനായിട്ട്. രാത്രിക്ക് രാത്രി TMC ഓഫീസുകൾ BJP ഓഫീസുകളായിട്ട് മാറി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ഗുണ്ടകൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു എന്നാണ് അതിനർത്ഥം. പാർട്ടി വളർന്നിട്ടില്ല, നശിക്കാൻ പോവുകയാണ് ഇവരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ. ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൺസ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവരാണ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. പ്രതികാരം അണ്ടർസ്റ്റുഡ്, അത് നിയമപരമായിട്ട് ചെയ്യണം. സന്ദേശ് കാലിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഏറ്റവും വേഗം നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ സുവേന്ദു അധികാരിയും തരക്കേടില്ലാത്ത ഒരു തല്ലുകാരനാണ്. TMCയിലുണ്ടായിരുന്നതല്ല. അതുകൊണ്ടാണ് ഇവരുടെ ഈ ടെക്നിക്സ് പുള്ളിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ തൊട്ടാൽ അവിടെ ഇളകും, അതുകൊണ്ട് അവിടെ പോലീസിനെ അയച്ചിട്ട് വേണം ഇവിടെ തൊടാൻ എന്നൊക്കെയുള്ള പരിപാടി സുവേന്ദുവിനറിയാം. അങ്ങനെയാണ് സുവേന്ദു മാനേജ് ചെയ്യുന്നത്. സുവേന്ദു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഫോളോവറാണ്. അതോ യോഗി ആദിത്യനാഥിനെ കടത്തി വെട്ടുന്നു എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സിംബോളിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് യോഗി അവിടെ പോയിരുന്നു, 6-7 സ്ഥലത്ത് പ്രസംഗിച്ചു. യോഗി ആദ്യം പോയ ദിവസം ഈ കഴുത്തിൽ കിടന്ന ഷോൾ എടുത്തിട്ട് സുവേന്ദു അധികാരിയുടെ കഴുത്തിലേക്ക് അങ്ങിട്ടു. കാരണം സുവേന്ദു ആ യോഗത്തിൽ കാവി ജുബയൊക്കെ ആയിട്ടാണ് വന്നത്, ഒരു ഷോൾ മാത്രമാണ് ഇല്ലാതെ. യോഗി ഈ ഷോൾ എടുത്ത് കൊടുത്തു. സുവേന്ദു കുനിഞ്ഞു നിന്ന് ആ ഷോൾ സ്വീകരിച്ചു. ആ സ്വഭാവം സുവേന്ദു കാണിക്കാനും തുടങ്ങി. ബുൾഡോസർ, അത് നല്ലൊരു ടെക്നിക്കാണ്. കാരണം യോഗി ആദിത്യനാഥ് ഈ ബുൾഡോസർ പ്രയോഗം UPയിൽ നടത്തി. ബുൾഡോസർ ബാബ എന്ന് പേര് കിട്ടി. കാര്യമൊക്കെ ശരി. ഒരൊറ്റ ബുൾഡോസർ പോലും ഒരു കോടതി പോലും തടഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം അനധികൃത നിർമ്മാണമായിരുന്നു. അത് മാത്രമേ യോഗി തകർത്തിട്ടുള്ളൂ. ഇപ്പോൾ സുവേന്ദു ചെയ്യുന്നത് അതാണ്. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു കംപ്ലീറ്റ്. ഇപ്പോൾ അന്നൊരു 5 നില കെട്ടിടത്തിന് തീ പിടിച്ചില്ല. റെസിഡൻഷ്യൽ ഏരിയയിൽ ഷൂ നിർമ്മാണ കമ്പനി നടക്കുകയാണ്. ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. 2 വയറിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കണക്ഷൻ അങ്ങ് എടുത്തിട്ട് കറണ്ട് അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം എല്ലാം അൺഓതറൈസ്ഡാണ്. ബിൽഡിങ്ങിന് ലൈസൻസ് ഇല്ല, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. 5 നിലയുമുണ്ട്. അതിനകത്ത് തീ പിടിച്ചു. ഓടാൻ രക്ഷയുണ്ടോ? ചെറിയ ഗലിയൊക്കെയാണ്. അതോടെ സുവേന്ദു പറഞ്ഞു ആ പ്രദേശത്തുള്ള സകല ബിൽഡിങ്ങും അതിൻ്റെ ചെക്ക് അപ്രൂവൽ ഇല്ലാത്തത് ആണെങ്കിൽ അതെല്ലാം ഇടിച്ചു നിരത്താൻ പറഞ്ഞു. അങ്ങനെ വേറൊരു ബുൾഡോസർ ബാബ ആണ് യോഗിയെങ്കിൽ ബുൾഡോസർ ദാദയായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്.